മോനെ, നീ എന്നാ വരുന്നേ? അല്ല, കാര്യം എന്ത് വരുന്നു? നിനക്ക് ഓർമ്മയില്ലയോ? കാവിലെ ഉത്സവം. നീ ഇല്ലെങ്കിൽ പറ്റത്തില്ല. ഞാൻ വന്നാലും വന്നില്ലേലും ഉത്സവം നടക്കും. അതിനിപ്പോ എന്താ? നീ എന്തോ ഒന്നും അറിയാത്ത പോലെ പറയുന്നത്? അച്ഛനല്ലായിരുന്നോ വിഗ്രഹം എടുത്തോണ്ടിരുന്നത്? അച്ഛൻ പോയില്ലയോ? ഇനിയിപ്പൊ നീയല്ലേ വിഗ്രഹം എടുക്കാൻ യോഗ്യൻ. അമ്മ, ഇത് തലമുറ കൈമാറി വരുന്നു പറഞ്ഞിട്ട് എനിക്ക് ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റുമോ? അയ്യോ മോനെ, പിന്നെ നമുക്ക് തന്നെ ആയിരിക്കും ദോഷം. നീ എങ്ങനെങ്കിലും ഒന്ന് വരാൻ നോക്ക്. അമ്മ, വരുന്ന 19 ജനറൽ ബോഡി മീറ്റിംഗ് ഉള്ളതാ. എനിക്ക് എന്തായാലും വരാൻ പറ്റത്തില്ല. അമ്മ അവരോട് എന്താന്ന് വെച്ചാ ചോദിച്ചു നോക്കും. ട്രിപ്പ് ഉള്ളേ, ചുമ്മാ ടാസ്ക് ആക്കല്ലേ. നമ്മൾ ട്രിപ്പ് പോകാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നില്ല. കണ്ടാ മതി. കാണുകയല്ല, കൊണ്ടാടുക കഴിയുന്നത്. സാറേ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പൊന്ന് രാഹുല്, നീ ട്രിപ്പിന് വരുന്നുണ്ടോ? വരുന്നുണ്ടെങ്കിൽ കേറ് ഇങ്ങോട്ട്. എടാ, നമ്മുടെ ഗ്യാങ്ങിലെ എല്ലാരും ഉണ്ട്, നീ കൂടെ ഉള്ളില്ലാത്തതാ. എടാ, നിങ്ങൾ കിട്ടോ, എനിക്ക് നാട്ടിൽ പോയിട്ടാ, കുറച്ച് പണിയുണ്ട്. എടാ, നമ്മൾ എത്ര നാൾ പ്ലാൻ ചെയ്ത് ട്രിപ്പാടാ, ഒന്ന് വാടാ. ഇല്ലടാ, നിങ്ങൾ വിട്ടോ. അപ്പൊ ശരി, എന്നാ ചെന്നിട്ട് വിളിക്കാം. അവരെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടിക്കകത്ത് GPS ഉള്ളതുകൊണ്ട് കറണ്ട് ലൊക്കേഷൻ ഞാൻ അയച്ചുതരാം. ബ്രോ എത്ര നാളായിട്ട് ഈ ലൂബർ ഇങ്ങനെ ഓടാൻ തുടങ്ങിയിട്ട്? എത്ര നാളായി? സാറേ, ഒരു 4 വർഷമായി. ഇതാകുമ്പോ കുറച്ച് നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓടിയാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഏട്ടാ, നമ്മള് പറഞ്ഞ സമയത്ത് തന്നെ രാവിലെ ഗോവയിലെത്തുമല്ലോ. സാറേ, നമ്മൾ വർഷങ്ങളായിട്ടേ ഇത് ചെയ്യുന്നതാ, കുഴപ്പമില്ല, പേടിക്കണ്ട. ഞാൻ ഈ പകൽ മുഴുവൻ ഞാനായിരിക്കും ഓടിക്കുന്നത്, വൈകിട്ട് വേറൊരു ഡ്രൈവർ ജോയിൻ ചെയ്യും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒറ്റ നൈറ്റ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ നമ്മൾ ഗോവയിലെത്തും. സാറന്മാരുടെയൊക്കെ വീട് എവിടാ? ബ്രോ, എന്റെ വീട് നൂറിനാണ്. എന്റെ വീട് കോട്ടയം. ഞാൻ തിരുവനന്തപുരം. പോകുന്ന വഴിക്ക് ആരെങ്കിലും വീട്ടിൽ കയറണമെങ്കിലേ കയറാൻ കേട്ടോ. ഇയാൾ എന്ത് പടി പറയുന്നേ? നമ്മളൊക്കെ ട്രിപ്പിന് പോകാൻ വന്നവരാ, അല്ലാതെ വീട്ടിൽ കയറാൻ വന്നവരല്ല. വീട്ടിൽ കയറാൻ വീട്ടിൽ ഇരുന്നാ പോരായിരുന്നു. വെള്ളം എടുത്തിട്ട് പോടാ. എന്താടാ വെള്ളം ഇല്ല. അയ്യോ, അവിടെ പിടിച്ചിട്ടിരിക്കില്ലടാ, കാലമാടാ, കൈ കുരിയതാ. ബ്രോ, ഭയങ്കര തലവേദന. ഏതെങ്കിലും കടയിലോട്ട് നിർത്താവോ? ഒരു ചായ കുടിക്കാനാ. ബ്രോ, ചായ കുടിക്കാം, വാ. ഇല്ല, വേണ്ട, കുഴപ്പമില്ല, കുടിച്ചോ. പഴമുണ്ട്, കഴിക്കാം. വേണോ? ഇല്ല, വേണ്ട, കുടിച്ചോ. വാലേ. ഇല്ല, വേണ്ട, വേണ്ട. അതിന് കുറച്ചും കൊണ്ടായി പൊളിച്ചേനല്ലേ? അറിയാ, നമുക്ക് ആദ്യമേ സൗത്ത് ഗോവ പോണോ നോർത്ത് ഗോവ പോണോ? എനിക്ക് അവിടെ ഒന്നും പോണ്ടേ. എനിക്ക് ആദ്യം പബ്ബിൽ പോണം, 2 എണ്ണം അടിക്കണം, വാള് വെക്കണം. ഇത്ര വാള് വെച്ച പോരായോ? ഇല്ല, പറ്റത്തില്ല. ഗോവയിൽ പോയി വാള് വെക്കുന്നതിന്റെ അന്തസ് വേറൊന്നും തന്നെ. പബ് മാത്രമല്ല, സ്പായുണ്ട്, പിന്നെ പല പല കാര്യങ്ങളുണ്ട്. ആ, നല്ലതാ. ചെന്ന് കേറിക്കൊടു. അവന്മാരവിടെ പിടിച്ച് കെട്ടിയിടുന്നതിനൊക്കെ. പിന്നെ ലാസ്റ്റ് വീട്ടിൽ നിന്നൊക്കെ വിളിച്ച് പൈസ കൊടുത്തിട്ടായിരിക്കും ഇവിടുന്ന്. മൊത്തത്തിൽ നാറും കേട്ടോ. ചേട്ടന്റെ അഭിപ്രായം എന്തുവാ? അല്ല, ഞാനിപ്പോ ഇതിനെ പറ്റി എന്താ പറയാനാ പറയുന്നേ. അല്ല, അങ്ങനൊക്കെ ചെന്ന് നമ്മൾ അറിയാത്തടത്തൊക്കെ ചെന്ന് കയറി കൊടുത്താലേ കയ്യിലുള്ള സ്വർണവും മാലയും എല്ലാം അവരങ്ങ് മേടിക്കും. പിന്നെ ഇതേപോലെ യൂബറും ഒക്കെ ഓടിച്ചുകൊണ്ട് നടക്കേണ്ട അവസ്ഥ വരും. കാര്യം മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട. ആ, എത്ര പാവം പോയി? അല്ല, കൊറേ പോയി. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ നിങ്ങളുടെ കൂടെ പോകുന്നത്. പെട്ടെന്ന് എന്തുവാന്നാ പോകുന്നത്? ആകെയുള്ളത് ഈ വണ്ടി മാത്രമാണ്. അതെ, തിരിച്ചുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? ഈ വണ്ടി അങ്ങോട്ടേ ഉള്ളു, ഇങ്ങോട്ടില്ല. അപ്പൊ അവിടെ വെക്കുക. ചേട്ടാ, ഞങ്ങൾ ഓടിക്കണോ? ബ്രോ, അത് കുഴപ്പമില്ല. മാത്രമല്ല, കമ്പനി റൂൾസിനൊക്കെ എതിരാണ്. അത് കുഴപ്പമില്ല, എനിക്ക് ഓടിക്കാൻ പറ്റും. മാത്രമല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ വേറൊരാൾ വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് സീനില്ല. അതെ, ഒരു വണ്ടിക്ക് എന്തോ ഒരു ഇതുപോലെ പഞ്ചറാണെന്നാ തോന്നുന്നത്. പഞ്ചറാണേലോ കയറ്റാൻ കേട്ടോ. ഓക്കെ. എടാ, നമ്മൾ ട്രിപ്പ് തുടങ്ങിയപ്പോ തന്നെ അശകുനം. എടാ, അങ്ങനൊന്നും പറയാ. ചുമ്മാ അന്ധവിശ്വാസം കാര്യങ്ങളൊക്കെ ഇതൊക്കെ നോർമലായിട്ട് ഉണ്ടാവുന്ന കാര്യമാണ്. എന്നാലും
ഹോട്ടലെത്തിയാ? ഇവിടെ നല്ല ഹോട്ടലൊന്നും കണ്ടില്ല ഇവിടെ. ഇത് ഏതാണ് ഈ പട്ടിക്കാടൊക്കെ? ഇതുകൊണ്ട് ഈ വീടൊക്കെ എന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. വല്ല 5 സ്റ്റാർ ഹോട്ടലിലോട്ട് വിടാൻ പറയണ ഈ പൊട്ടനോട്. പരിചയമുള്ളൊരു വീട്. എടാ ഇത് എന്റെ വീടാന്നല്ലോ. നിന്റെ വീടോ? അപ്പൊ ഇവിടെ ഗോവയിലെത്തിയില്ലേ? എടാ ഈ നശിച്ചവന്റെ വീട് തന്നെയാടാ ഇത്. എടാ പോടാ ഇറങ്ങി, എന്റെ വീടാടാ ഇത്. അതിനാണ് ഞാൻ പറഞ്ഞേ. എന്നാലും ഏതവനാണ് നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്? ഗുഡ് മോർണിംഗ് സാർ, വെൽക്കം ടു ലൂബർ. നമ്മൾ വന്നപ്പോഴേ വെളുപ്പാങ്കാലമായി, അതാ നിങ്ങളെ വിളിക്കാൻ. കറക്റ്റ് ഡെസ്റ്റിനേഷൻ അല്ലേ? അപ്പല്ലേ ശരി ശരി. അമ്പലത്തിൽ ഉത്സവല്ലേ? ഓ, ഉത്സവം പ്രമാണിച്ച് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതല്ലേ? ആ, എനിക്ക് മനസ്സിലായി. ഈ മോനെ ഞാനേ ഉരുകിയിരിക്കുവായിരുന്നു. ഇന്ന് എന്തോ ചെയ്യുമെന്ന് അറിയാൻ വയ്യായിട്ട്. നീ എന്തായാലും മനസ്സിലാക്കി ഇങ്ങി വന്നല്ലോ. ഞാൻ വന്നല്ലോ, വരീപ്പിച്ചതാ. ആര്? അവൻ നിന്റെ അടുത്ത് ആരും പറഞ്ഞ ഇങ്ങോട്ട് കൊണ്ടുവരെ? മറ്റേ ആളുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് താക്കോല് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കേട്ടോ. ലൊക്കേഷൻ അവരോട് ചോദിച്ചാൽ മതി. ഗോവയെന്ന് പറഞ്ഞ പിന്നെ പിള്ളേരുടെ ആരുമില്ല, എവിടെയെങ്കിലും പോവാം കേട്ടോ. ശരി എന്നാ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. എല്ലാ ലൊക്കേഷനും നല്ല അടിപൊളിയാട്ടോ. പിന്നെ ആ ചേട്ടൻ തന്നെ എനിക്ക് ലൊക്കേഷൻ അയച്ചിരുന്നു. ഇവയോ? ഞാനോ? ഞാനല്ല ഇന്നോവാ. സാറേ ആള് മാറിയ ഇനിയിപ്പോ ഞാനാ ഡ്രൈവർ. ഉറക്കമാണ്. ഉറങ്ങില്ല പാവങ്ങള്. ഞാൻ നിന്റെ വീട്ടിലോട്ടൊന്ന് പോവായിരുന്നു. നിന്റെ വീടിന്റെ ലൊക്കേഷൻ എനിക്ക് നിട്ട് വരുമോ? ഇപ്പൊ അയച്ചുതരാം. സാറേ ആരെങ്കിലും ലൊക്കേഷൻ തരണേ. ഈ ലൊക്കേഷനിലോട്ട് പോയാൽ മതി. ഓക്കേ. ആഹാ, ഇത് വലിയ പാടൊന്നുമില്ലല്ലോ. പുള്ളി പറഞ്ഞ് ഗോവയാന്ന്. ഓ, പ്ലാൻ എല്ലാം ചേഞ്ച് ആയി കാണും. നമ്മളെന്നും കറക്റ്റാ. നിങ്ങളൊക്കെ കുളിച്ചിട്ടേ വാ ഊണ് കഴിക്കാം. മക്കൾ കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് അല്ലേ? പിന്നെ തുണി എടുത്ത് വെച്ചത് കാര്യമായി, ഉപകാരമായി. ഞാൻ പോട്ടെ. എടാ നിന്റെ മൂത്തതോ വരത്തില്ലെന്ന് പറഞ്ഞു. എളവാ നീയെങ്കിലും ഒന്ന് വാടാ. അമ്മ എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ എങ്ങനെ വരുന്നേ? ആരെങ്കിലും ഒരാൾ വന്നേ പറ്റത്തുള്ളൂ, ഇല്ല ദൈവദോഷം. അവന്റെ ഒരു മീറ്റിംഗ്, കള്ളപ്പന്നി ഗോവയ്ക്ക് പോകുന്ന എനിക്കല്ലേ അറിയത്തുള്ളൂ. അപ്പൊ ശരി എന്നാ, ചെന്നിട്ട് വിളിക്കാം. വണ്ടി കയറിയോ? അവരെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആ, ബാക്കി കാര്യം ഞാൻ ഏറ്റ്. ആ ലൊക്കേഷൻ എനിക്ക് നിട്ടേക്ക്. അതെ, ഇത് ചെയ്താ എനിക്കെന്താ ഗുണം? ചേട്ടാ എന്തോ വേണമെങ്കിലും തരാം, ചേട്ടനൊന്നും പറ്റത്തില്ല. ഓക്കെ, എനിക്ക് സമ്മതം. ചേട്ടന് സേഫ് ആവാനുള്ള ഒരു ഐഡിയ എന്റെ ഉണ്ട്. സാറേ ആള് മാറിയ ഇനിയിപ്പോ ഞാനാ ഡ്രൈവർ. എടാ നമ്മുടെ വീട്ടിൽ ലൊക്കേഷന് ഒന്ന് അയച്ചേ. ഇപ്പൊ അയച്ചു തരാം. ചേട്ടാ അവനിപ്പോ ചേട്ടന് ഗോവയുടെ ലൊക്കേഷൻ അയച്ചു തന്നില്ലായിരുന്നോ? ഈ ലൊക്കേഷനിലോട്ട് പോയാൽ മതി. ഓക്കേ. തന്നു. ആ വാട്സപ്പിനകത്ത് തന്നെ അവൻ എനിക്ക് അയച്ചൊരു ലൊക്കേഷൻ കിടപ്പുണ്ട്. ആ ലൊക്കേഷൻ നോക്കി നേരെ ഇങ്ങ് പോരും.